ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം നമ്മൾ കൊടുവായൂർ ചാന്തിരത്തിലാണ്. അപ്പോൾ ചെങ്കാരത്ത് അവസാന ചേച്ചിയുടെ വീടിന്റെ പേര്. അപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെയായിരുന്നു. അപ്പോൾ ഇതിനെ കുറച്ച് വീഡിയോകൾ കണ്ടു കാണുമായിരിക്കും. ഷോർട്സ് ഒക്കെ ആയിട്ട് മാങ്ങ പറിക്കുന്നു, അതുപോലെ തന്നെ പെയിന്റ് അടിക്കുന്നൊക്കെ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ അതിന്റെ ഫുൾ വീഡിയോ കണ്ടിട്ട് വരാം. കയറി വായും. ഇവിടെ മെയിൻ പരിപാടി തീറ്റയെ പോലെ ടി വി കാണലാണ്. മൊത്തം ഗ്യാങ്സും വെക്കേഷൻ ആയതുകൊണ്ട് ഫുൾ ടൈം ഇവിടെ നിന്ന് തീറ്റയും അതുപോലെ ടി വി കാണാൻ മെയിൻ പണിയാ. ആ സംഭവം ഉഷാറായിട്ട് ഞാൻ മുഖം മറിച്ചാണെങ്കിൽ നമ്മൾ ഈ കണ്ടിട്ടുണ്ടോ, ഇതാണ് പൊരികളുണ്ട് കേട്ടോ. പാലക്കാട് ജില്ലയിൽ കണ്ടുവരുന്ന സാധനത്ത് പൊരി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. വെല്ലം പാവം ഉരുക്കി ഒഴിച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കഴിക്കുകയും ചെയ്യാം, അതുപോലെ ചെയ്യാം. ഈ സമയം നമ്മുടെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കേണ്ട, ഈ പച്ചമാങ്ങ വേറെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പച്ചമാങ്ങ ഓടിക്കൊണ്ടിരിക്കേണ്ട. ഇനി കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാം. ഞാൻ തന്നെ തയ്യാറെന്ന്. അതെ അതെ, ഞാൻ തന്നെ തയ്യാറെന്ന്. ഇത് ഞാൻ നട്ട തയ്യാണ്. എന്റെ പള്ളി ഇത് ചിന്നോ നട്ട ചെടിയാത്രേ. ഞാൻ നട്ട തയ്യാണിത്. അറിയോ, ഏതാണ്ട് ഒരു 5 വർഷമായിട്ടുള്ളൂ. 5 വർഷമായത്. ഇത് 5 വർഷമായിട്ട് 5 വർഷം കൊണ്ട് അത്യാവശ്യം നമുക്ക് വിളവെടുപ്പിന് മാത്രം തന്നെ കായ്കൾ ഉണ്ടായിട്ടാ. അതെ അതെ അതെ. ഈ സമയം പ്രഭയാണ് ഈ ചെടിക്കിടയുള്ള വെള്ളമെല്ലാം വലിച്ചു കളയുന്നുണ്ട് കേട്ടോ. ഞാൻ വെച്ച ചെടി കൊടുത്ത് എനിക്ക് വല്ലാത്തൊരു അഭിമാനം തോന്നുന്നു കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുള്ള കുറേ ചെറി സെറ്റ്. എന്താ അടുത്ത് പഴുത്ത് കഴിയുമ്പോ ഇത് എന്നിട്ട് വൈൻഡാക്കണം. ഒരു ഇച്ചിരി ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇതിന്റെ കറ പോകാനായിട്ട് ഇട്ട് വെക്കണം ഒരു ദിവസം. എന്നിട്ട് ഇത് പഞ്ചാരലാഞ്ഞ് കളയിക്കുന്നത്, അല്ലെങ്കിൽ അത് കറ കൊണ്ട് അതിന് കഷ്ടമായിരിക്കും. സംഭവം വല്ല മുന്തിരി പോലെ കൊലയായി വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടിപ്പട്ടുള്ള മൊത്തം ഭയങ്കര ആവേശത്തിലാണ് കേട്ടോ. കളിയും ചിരിയും ബഹളമാണേ. അപ്പോഴാണ് ചേച്ചി കുടിവെള്ളം എടുക്കാൻ വേണ്ടി കിണറ്റിലോട്ട് പോകുന്നു പറഞ്ഞപ്പോൾ അങ്ങനെ അല്ലു അത്തും ഞങ്ങളൊക്കെ പോയിട്ടാ. അപ്പോൾ ഇത് നമ്മൾ ഈ വരുന്ന ടീംസ് മൊത്തം നമ്മുടെ ചാന്തിരത്തിയിലെ ബോയ്സ് ആട്ടോ. ഒരു യങ്സ്റ്റേഴ്സാണ് അവിടുത്തെ. അവർ കളിക്കാൻ വേണ്ടി പോകണേ, ഫുട്ബോൾ കളിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള പാടത്തിലാണ് അവർ കളിക്കുന്നത്. ഇത് അത്തുകൂടൻ ചേട്ടനെടുത്തിറക്കാണ്. ഇത് നമ്മുടെ ചാന്തിരത്തിയിൽ പാലത്ത് നിന്ന് നോക്കുമ്പോൾ ആ കനാല് വെള്ളമൊക്കെ പറ്റിയ അവസ്ഥയായിട്ട്. പക്ഷേ നല്ല അടിപൊളി പ്ലേസ് ആയിട്ട് കാണാൻ തന്നെ. അപ്പോൾ ആ കിണറ്റിലാണ് ചേച്ചി വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് അങ്ങോട്ട് അല്ലു ഓൾറെഡി അവിടെ ഓടി എത്തിയിട്ടുണ്ട്. കൂടെ അമ്പറും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ചേച്ചി കഷ്ടപ്പെട്ട് വെള്ളമൊക്കെ കോരുന്നുണ്ട്. കുടിക്കാനുള്ള വെള്ളം എപ്പോഴും ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇവർ മാത്രമല്ല, ഈ പ്രദേശത്തെ മാക്സിമം വീട്ടുകളും കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നത് ഈ കിണറിലാണ് കേട്ടോ. സംഭവം ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ഊഞ്ഞാലിൽ കയറി ഞങ്ങൾ ഇരിക്കാൻ വേണ്ടി പോകണ്ട. അല്ലു എവിടാ? അല്ലുവിനെ കാണാനില്ല. അല്ലു ദൂരെ കളിക്കുന്നുണ്ട്. അല്ലു ദൂരെ അങ്ങനെ അല്ലുച്ചിന് അമ്പ്രൂസ് ആട്ടി കൊടുത്തിട്ട്. ആ സമയത്ത് അല്ലു ഭയങ്കര കത്തി അടിക്കണ്ടായിരുന്നു. എന്തൊക്കെയൊക്കെയോ അച്ഛൻ പിടിക്കണ. ഓക്കെ, പിടിച്ചു. പോട്ടെ, വീട്ടിലോട്ട് ഓടി വീടണ്ട കേട്ടോ. അങ്ങനെ കുറച്ചു നേരം കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ. ഈ സമയം ഞാൻ ആ ചെടിക്കടയിലുള്ള കുറെ വലിയ മരക്കുറ്റികളൊക്കെ ഞാൻ വെട്ടിക്കളയായിരുന്നു കേട്ടോ. നല്ല പണിയായിരുന്നു. കാരണം കുറെ ഏറെ കാട് പിടിച്ച് കിടക്കണായിരുന്നു പരിസരം മൊത്തം. അതെല്ലാം വെട്ടി ദൂരെ കളഞ്ഞു. വൈനുണ്ടാക്കി പറയാം, വാറ്റ പറയാൻ സ്റ്റേഷനിൽ പോയി കിടക്കുന്നു. ഇതേ കുഞ്ഞു എന്താണത്? നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ചെറി വെച്ച് പരീക്ഷിച്ച് നോക്കാം. അല്ല, ഞാൻ പറയട്ടെ, ഈ സംഭവം ഒരു പക്ഷേ വൈൻ ഉണ്ടാക്കി നോക്കാലോ. ഉണ്ടാക്കി ആരും നാട്ടിൽ നിന്ന് ടേസ്റ്റ് നോക്കാൻ പറ്റില്ല. എല്ലാവരും കാണിക്കുമ്പോൾ സൂപ്പറായിട്ട് പറയാം. അതാണ് വൈൻ വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. വെറൈറ്റി ടേസ്റ്റ് വേറെ സാമ്പിൾ ഒരു 3-ാമതിനോട് കൊടുക്കുക. അതിനടുത്ത് ഓൾറെഡി പറഞ്ഞേക്കണം നന്നായിട്ട് പറയാം. അതങ്ങനെ ഇപ്പൊ ഓടിക്കൊണ്ട് അങ്ങനെ അത്തുക്കുട്ടൻ അവന്റെ സൈക്കിളിൽ കയറി കളി തുടങ്ങിയിട്ടാ. അവനെ കയ്യിൽ കുഞ്ഞ് താറാവുണ്ട്, അതും കടിച്ചു വലിക്കാണ് മെയിൻ വീക്ക്നെസ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവന്റെ കളിയും കണ്ടുവിടുന്നു. ഈ സമയം പ്രവി ബാഗിൽ ചക്ക അടത്തുന്നതാണ് കേട്ടോ. ചക്കയുടെ ചുള എടുത്തിട്ട് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി അടത്തി വെക്കണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് പോയി. വല്ലു തയ്ക്കാണ്.
അങ്ങനെ ചക്കയുടെ ഒരു ചുള കഴിച്ചുകൊണ്ടാവാം അല്ലുകുട്ടി പല്ല് തേക്കുന്നുണ്ടോ. ചേച്ചിൻ്റെ വീടിൻ്റെ പുറകിലെ പാടത്താട്ട് ഇവിടുത്തെ പിള്ളേരെല്ലാം ഫുട്ബോൾ കളിക്കാൻ വരുന്നത്. അവരെല്ലാം ആവേശത്തോടെ കളി നടന്നുകൊണ്ടിരിക്കണ്ടേ. അങ്ങനെ ഇടയ്ക്കാല ആശ്വാസം എന്ന പോലെ അബിക്കോട്ടെ ഫുഡ് കഴിക്കണ്ടേ കേട്ടോ. കൂടെ അമ്പ്രൂനും വാരി കൊടുക്കണ്ടായിരുന്നു. അമ്പ്രൂവും സ്വത്തും വൈകിട്ടാട്ടോ വീട്ടിലോട്ട് പോകുന്നത് തന്നെ. കാരണം അവർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നില്ല, ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നെയ്ച്ചോറ് ചിക്കൻ കറി അമ്മ കുറച്ച് കഴിച്ചിട്ടാ. ഈ സമയത്ത് അല്ലുകുട്ടി ഭയങ്കര കളിത്തിരക്കിലായിരുന്നേ. അല്ലോള് സ്വയമായിട്ട് എന്തൊക്കെ വെച്ച് അടുക്കി കളിക്കുന്നൊക്കെ ഉണ്ടായിട്ട് കളിപ്പാട്ടൊക്കെ വെച്ചിട്ട് കുഞ്ഞൂസ് മരം കയറി പെണ്ണ് പഠിക്കുക കേട്ടോ. മരം കയറി പഠിക്കുകയല്ല, മരം കയറി പെണ്ണ് ഇത് പുസ്തകത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. അവർക്കെല്ലാം യൂണിവേഴ്സിറ്റി എക്സാം ആകണ്ട നെക്സ്റ്റ് വീക്കോട്ട് എക്സാം ആണെന്ന് അറിയാൻ കഴിഞ്ഞത്. പഠിക്കുകയാണ്. അതുപോലെ തന്നെ സംയുക്തയും അബിക്കോട്ടിനോട് പഠിക്കാതിരിക്കണ്ടേ. അങ്ങനെ ഏതാണ്ട് 8 മണിയാകുമ്പോഴത്തേക്കും എല്ലാം ഫുഡ് കഴിച്ചിട്ടാ. ഫുഡൊക്കെ കഴിച്ച് പിന്നെ കിടക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.